തിരികെത്തുന്നു. മോദി സമുദായത്തെ അപമാനിച്ചെന്ന കേസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് 2 വർഷം തടവ്. സൂറത്ത് കോടതിയുടേതാണ് കണ്ടെത്തൽ. BJP MLA പൂർണേഷ് മോദിയുടെ പരാതിയിലാണ് കേസെടുത്തത്. വിവരങ്ങളുമായി എബി ചേരുന്നു. എബി, മോദി സമുദായത്തെ അപമാനിച്ചു എന്ന കേസിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് 2 വർഷം തടവ് വിധിച്ചിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം? ഈ കോടതിയുടെ നിരീക്ഷണവും ഉത്തരവും എങ്ങനെയാണ്? ഫിജി, അത് കോടതിയുടെ ഉത്തരവ് സംബന്ധിച്ച് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇപ്പോൾ 2 വർഷത്തെ തടവ് രാഹുൽ ഗാന്ധിക്ക് മാനനഷ്ട കേസിൽ ഉണ്ടായിരിക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിലൊരു വിധിയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാനുള്ളത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ കർണാടകയിലെ കോലാറിൽ വെച്ച് നടത്തിയ പ്രസംഗമാണ് കേസിന് ആധാരമായിട്ടുള്ളത്. കള്ളന്മാരുടെ പേരിനൊപ്പം മോദി എന്ന് വരുന്നത് എന്തുകൊണ്ടാണ് എന്നായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി അന്ന് ആ പ്രസംഗത്തിൽ പരാമർശിച്ചത്. ഈ പരാമർശമാണ് ഇത്തരത്തിൽ ഒരു 2 വർഷത്തെ തടവിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും എത്തിക്കുന്നത്. ഇത് മോദി സമുദായത്തെ ആകെ അപമാനമുണ്ടാക്കുന്ന ഒരു പരാമർശമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്തരത്തിലൊരു കേസ് കോടതിയുടെ മുമ്പിലേക്ക് എത്തുന്നത്. സൂറത്തിൽ നിന്നുള്ള മുൻ മന്ത്രിയും MLAയുമായിട്ടുള്ള പൂർണേഷ് മോദിയാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകുന്നത്. രാഹുലിന് ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഇന്ന് രാവിലെയാണ്, അല്പസമയം മുമ്പാണ് കേസിന്റെ വിധി ഉണ്ടാവുന്നത്. ഈ വിധി കേൾക്കുന്നതിനായി രാഹുൽ ഗാന്ധിയും കോടതിയിൽ സന്നിഹിതനായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മോദി സമുദായത്തിനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം അത് ഗുരുതരമായിട്ട് തന്നെ കോടതി കാണുകയായിരുന്നു. മാനനഷ്ടം കേസിനാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ ഈ 2 വർഷത്തെ തടവ് ശിക്ഷ കോടതിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു വിധി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കോളിളക്കം തന്നെ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. ഈ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഗുജറാത്തിലെ PCC ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ അറിയിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്, പാർലമെന്റിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് തന്നെ ഉയർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും ഇതിന് സമാനമായ രീതിയിലുള്ള ചില പരാമർശങ്ങളുടെ പേരിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം ലണ്ടനിൽ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ചില ആവശ്യങ്ങൾ ഈ പാർലമെന്റിൽ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ എന്തായാലും ഇതിനൊരു രാഷ്ട്രീയ മാനമുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല. അത്തരത്തിൽ തന്നെയാണ് ഈ ഒരു വിധിയെയും നോക്കി കാണേണ്ടത്. എന്തുതന്നെയായാലും ഈ ഒരു വിധി വന്നതോട് കൂടി തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. ഇന്ന് രാഹുൽ ഗാന്ധിയും സൂറത്തിൽ ഡൽഹിയിൽ നിന്നും ഈ വിധി കേൾക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിലൊരു വിധി വന്നിരിക്കുന്നത്. എന്തായാലും 2 വർഷം രാഹുൽ ഗാന്ധിക്ക് തടവ് എന്നാണ് ഇപ്പോൾ സൂറത്തിലെ CJM കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ ഗുജറാത്ത് PCC ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതികരണം നൽകിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തുന്നത് ബോധപൂർവമുള്ള വേട്ടയാണ് എന്നാണ് ഗുജറാത്ത് PCC പ്രസിഡന്റ് ജഗദീഷ് ഠാക്കൂർ ആരോപിച്ചിരിക്കുന്നത്. ഇത് വളരെ വേഗം തന്നെ വന്നിരിക്കുന്ന ഒരു പ്രതികരണമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാം തന്നെ രാഹുൽ ഗാന്ധിയെ വളരെ വലിയ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് തന്നെ പാർലമെന്റിൽ അവരുടെ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു. കാരണം രാഹുൽ ഗാന്ധി മാപ്പ് പറയേണ്ട ഒരു സാഹചര്യമില്ല എന്ന തരത്തിലേക്കുള്ള നിലപാട് ഈ ലണ്ടൻ പരാമർശവുമായി ബന്ധപ്പെട്ട് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങളിലേക്കും ഒക്കെ ഒരുപക്ഷെ പോകാനുള്ള സാധ്യത ഉണ്ട്. കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല. പക്ഷേ ഗുജറാത്ത് PCC ആണിപ്പോൾ ഇത് ബോധപൂർവമായിട്ടുള്ള ഒരു വേട്ടയാടലാണ്. ഈ വേട്ടയാടലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു കോടതി വിധി ഉണ്ടായിരിക്കുന്നതെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഫിജി, സൂറത്ത് കോടതിയുടേതാണ് ഈ ഒരു കണ്ടെത്തലും ഉത്തരവും വന്നിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് അപ്പീൽ പോകുന്നതിനുള്ള സാഹചര്യമുണ്ടോ, അതോ നേരെ അദ്ദേഹം കോടതിയിലേക്ക് അല്ലെങ്കിൽ ജയിലിലേക്ക്, റിമാൻഡിലേക്ക് മറ്റും നീങ്ങേണ്ട ഒരു സാഹചര്യമാണോ കാണുന്നത്? എന്തായാലും മേൽക്കോടതിയെ സമീപിക്കുന്നതിനുള്ള സാധ്യത എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഉണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായും പറയാൻ പറ്റുന്ന ഒരു കാര്യം. 2 വർഷത്തെ തടവ് ശിക്ഷ അനുവദിച്ചു. ആ കേസിൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് ജാമ്യം അനുവദിക്കുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മാനനഷ്ട കേസിലായിരുന്നു അപ്പീൽ നൽകുന്നത് വരെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മേൽക്കോടതി സമീപിക്കുന്നതിനുള്ള ഒരു സാഹചര്യം
നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൊണ്ട് പരിഗണിച്ചുകൊണ്ട് അപ്പീൽ നൽകുന്നതിന് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിക്ക് ജാമ്യം നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഇതിന് സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ, അതായത് കോടതിയുടെ ഭാഗത്തുനിന്നുള്ള ഇടപെടലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സൂറത്ത് ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ നിലവിലെ ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. ജാമ്യം കോടതി രാഹുൽ ഗാന്ധിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. മോദി എന്ന പേരിനെ അപമാനിച്ച് അല്ലെങ്കിൽ ആ പേരിനെ കുറിച്ച് നടത്തിയ പരാമർശത്തിനെതിരെയായിരുന്നു അദ്ദേഹത്തിന് കേസ് എടുത്തിരുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനിടെയായിരുന്നു ഇത്തരത്തിലൊരു പരാമർശം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. എന്തിനായാലും ഏറ്റവും രാഹുൽ ഗാന്ധിക്ക് ആശ്വസിക്കാമെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇത്തരത്തിൽ ഈ മേൽക്കോടതി സമീപിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുകയാണ്. 2 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തുനിന്ന് വീണ്ടും ഉണ്ടായിരിക്കുന്നത്. ഫിജി, മോദി സമുദായത്തെ അപമാനിച്ചെന്ന കേസിലാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് 2 വർഷം തടവ് വിധിച്ചത്. തുടർന്ന് ജാമ്യവും ലഭിച്ചിരിക്കുന്നു. മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാവകാശമുണ്ട്. സൂറത്ത് കോടതിയുടേതാണ് ഒരു നിരീക്ഷണം. BJP MLA പൂർണേഷ് മോദിയുടെ പരാതിയിലാണ് കേസെടുത്തത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച്, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇത് വലിയ ഒരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ കരുതാമോ എബി? തീർച്ചയായും അത് എന്തിനായാലും ഇതൊരു വേട്ടയാടലിന്റെ ഭാഗമായിട്ട് തന്നെ കാണേണ്ടതുണ്ട് എന്ന് തന്നെ പറയാതിരിക്കാനാവില്ല. ആ ഒരു നിലപാടിൽ തന്നെ നിയമവ്യവസ്ഥ പോലും ഭരണപക്ഷത്തിന് അല്ലെങ്കിൽ ഭരണാനുകൂലമാകുന്ന തരത്തിലേക്കുള്ള നടപടികൾ ആണ് ഉണ്ടാവുന്നത് എന്നുള്ളൊരു വിമർശനമാകും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് തന്നെയായാലും ഉണ്ടാവാൻ പോകുന്നത്. രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടി എന്ന നിലയിൽ തന്നെയാണ് ഈ ഒരു കോടതി വിധി വന്നപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ ആ രീതിയിൽ തന്നെയാണ് വാദത്തിന് സാവകാശം ലഭിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി കൂടി ഈ ഒരു വിധി ശരിവെച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടതായിട്ടുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തിനായാലും ഈ ഒരു വിധിയെ അത് കോൺഗ്രസ് രാഷ്ട്രീയമായും നിയമപരമായും തന്നെ നേരിടുമെന്ന് തന്നെ നമുക്ക് അസന്നിഗ്ധമായി തന്നെ പറയാം. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള ആരോപണങ്ങൾ വീണ്ടും ചർച്ചയാകുന്നതിനുള്ളൊരു സാധ്യത കൂടി ഈ ഒരു കോടതി വിധിയും വീണ്ടും അതിനൊരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയങ്ങളെല്ലാം തന്നെ വീണ്ടും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നതിന് കോൺഗ്രസിന് വലിയൊരു അവസരമായിട്ട് തന്നെയാവും കോൺഗ്രസ് ഈ ഒരു വിഷയത്തെ കാണുകയും ചെയ്യുന്നത്. കാരണം അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ കോടതി വിധി നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, മോദി എല്ലാ കള്ളന്മാരുടെയും പേര് മോദി എന്നാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അതിൽ അദ്ദേഹം പ്രധാനമായും ഉന്നമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചൗക്കിദാർ ചോർഹെ എന്ന് പറയുന്ന ആ ഒരു പരാമർശം അതിൻ്റെ ചുവട് പിടിച്ച് തന്നെയുള്ള പരാമർശമായിരുന്നു. പ്രധാനമന്ത്രിക്കെതിരെയുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത്. എന്നാൽ അതിനെ സാമുദായികമായിട്ടും വർഗീയവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് BJPയുടെ ഭാഗത്തു നിന്നും ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഇതിനെ പൊതുവിൽ വിലയിരുത്തപ്പെടാൻ കഴിയുക. എന്തായാലും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള ആരോപണങ്ങളുണ്ട്, അദ്ദേഹം ഉയർത്തിവിട്ട നിരവധി ചോദ്യങ്ങളുണ്ട്. ഇതിനെല്ലാം മറുപടി പറയാൻ, അല്ലെങ്കിൽ മറുപടി പറയിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ വിഷയങ്ങൾ വീണ്ടും പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയ്ക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു അവസരമായിട്ട് തന്നെ ഇതിനെ കോൺഗ്രസ് കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തിനായാലും ഇപ്പോൾ അദ്ദേഹത്തിന് നിലവിൽ ആശ്വസിക്കാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ആശ്വാസം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ആദ്യം ഈ 2 വർഷത്തെ തടവ് എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. മേൽക്കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതിയും ഈ CJM കോടതിയുടെ വിധി അംഗീകരിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടതായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹൈക്കോടതി സമീപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടികളിലേക്ക് തന്നെ പോകാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആദ്യത്തെ ആ ഒരു തിരിച്ചടിക്ക് പിന്നാലെ ഒരു നേരിയ ആശ്വാസം എന്നുകൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. ഫിജി.